ഷഫീദ് റാവുത്തർ അല്പസമയം മുൻപ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പ്രേക്ഷകരെ അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ നൽകിയ പരാതി, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നൽകിയ പരാതിയിൽ അന്വേഷണത്തിനൊരുങ്ങുന്നു പ്രത്യേക സംഘം എന്നതാണ്. DGP ഈ പരാതി പ്രത്യേക സംഘത്തിന് കൈമാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഷഫീദ്, അതിന്റെ കൂടുതൽ വിവരങ്ങൾ പറയൂ. ഏത് തരത്തിലേക്ക് അതിന്റെ അന്വേഷണവുമായി മുന്നോട്ട് പോകാനാണ് നീക്കം? നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം നിർണായകമാണ്. കാരണം അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എന്നതിനപ്പുറത്തേക്ക് അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കങ്ങൾ നിർണായകമാകും. നിലവിൽ ഇപ്പോൾ അതിജീവിത മൊഴിയടക്കം നൽകിയെടുത്ത കേസിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനായി തിരച്ചിൽ അന്വേഷണ സംഘം നടത്തി വരികയാണ്. അതിനിടയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. അതേസമയം വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറിയത് ഇന്നലെ വൈകുന്നേരത്തോടെ പുറത്തു വന്നൊരു വിവരമായിരുന്നു. അത് KPCC പ്രസിഡന്റിന് പുതുതായി വന്ന ഒരു ലൈംഗിക പീഡന പരാതിയായിരുന്നു. വിവാഹ വാഗ്ദാനം നൽകി ഒരു പെൺകുട്ടിയെ റിസോർട്ടിലെത്തിച്ച് പീഡിപ്പിച്ചു. അതിനുശേഷം അവരെ വേണ്ട എന്ന് വെച്ചു എന്നൊക്കെയുള്ളായിരുന്നു പരാതി. ആ പരാതി KPCC പ്രസിഡന്റ് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയിരുന്നു. ആ പരാതിയിലും ഇപ്പോൾ തീരുമാനമുണ്ടായിരിക്കുന്നു. ആ പരാതിയും നിലവിൽ ഇപ്പോൾ ഈ അതിജീവിതയുടെ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം തന്നെ അന്വേഷിക്കും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും അത് പുതിയ കേസായിട്ടായിരിക്കും രജിസ്റ്റർ ചെയ്യുക. ഇവരുടെ മൊഴിയടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തേണ്ടി വരും. മാത്രമല്ല ഇവരുടെ ഐഡന്റിറ്റി അടക്കമുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്താതെ കൃത്യമായുള്ള അന്വേഷണം അക്കാര്യത്തിലും ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ ചെയ്യാം. നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരം DCRBC AC ദിൽരാജാണ് ഈ കേസിന്റെ അന്വേഷണം നടത്തുന്നത്. അദ്ദേഹം തന്നെയായിരിക്കും ഈ പുതിയ പരാതിയിലും അന്വേഷണം നടത്തുക. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലിന് ഇന്ന് കോടതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അടച്ചിട്ട കോടതി മുറിയിൽ ഈ കേസ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും പ്രോസിക്യൂഷനും കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. 11 മണിക്ക് ശേഷം ഈ കേസ് പരിഗണിക്കുമെന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അതേസമയം ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസ് അടച്ചിട്ട കോടതിയിലായിരിക്കും വാദം കേൾക്കുക, മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുക. അതേപോലെ തന്നെ അതിൽ ഏറ്റവും പ്രധാനം രാഹുൽ മാങ്കൂട്ടത്തിൽ സീൽഡ് കവറിൽ കുറച്ച് രേഖകൾ, വാട്സപ്പ് വിവരങ്ങൾ, അതേപോലെ ചില ശബ്ദ സന്ദേശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതിക്ക് കൈമാറിയിരുന്നു. അതടക്കമുള്ള കാര്യങ്ങളിൽ സെഷൻസ് കോടതി എന്ത് നിലപാടെടുക്കുമെന്നുള്ളത് നിർണായകമാണ്. രാഹുൽ ഈശ്വറിന്റെ, അതായത് ഈ കേസിന്റെ ഒരു കണക്ഷൻ കേസായിട്ടുള്ള അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിനെ ജാമ്യം നൽകുന്നത് ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം SCJM കോടതി അനുവദിച്ചിരുന്നില്ല. സ്വാഭാവികമായും അങ്ങനെ ഒരു പ്രാധാന്യം കൂടി കേസിനെ സംബന്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിജീവിത നൽകിയ പരാതിയിൽ ശക്തമായിട്ടുള്ള മൊഴികളുണ്ട്. പ്രാഥമിക തെളിവ് ശേഖരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയെന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രത്യേകിച്ച് ഈ പെൺകുട്ടി നൽകിയിരിക്കുന്ന വാട്സപ്പ് ചാറ്റുകളും അതേപോലെ ശബ്ദരേഖകളുമുണ്ട്. ഈ പെൺകുട്ടിയെ അശാസ്ത്രീയമായിട്ടുള്ള ഗർഭചിത്രം നടത്തി എന്ന് തെളിയിക്കുന്ന ഡോക്ടർമാരുടെ മൊഴിയും അതേപോലെ സ്വകാര്യ ആശുപത്രിയിലെ വിവരങ്ങൾ, ആശുപത്രി വിവരങ്ങൾ ഉൾപ്പെടെ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. ചില മൊബൈൽ ടവർ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് സാധൂകരിക്കുന്നുമുണ്ട്. സ്വാഭാവികമായും പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ പോവുക, അല്ലെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷ എതിർക്കുക, ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ചായിരിക്കും. ഇതടക്കമുള്ള കാര്യങ്ങൾ മുഖവിലയ്ക്ക് കോടതി എടുക്കും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അത് ഏത് രീതിയിൽ കോടതി അത് മുൻകൂർ ജാമ്യാപേക്ഷയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കും എന്നുള്ളതാണ് ശ്രദ്ധേയമായി മാറുക. അനുജ, അതാണ് 11 മണിക്ക് ശേഷം കോടതി കേസ് പരിഗണിക്കുമെന്നുള്ളതാണ്. മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുമെന്ന് തന്നെയാണ്. അതിൽ ചില സീൽഡ് കവറിൽ ചില തെളിവുകളൊക്കെ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷേ അതിനെ എല്ലാം തെറ്റ് എന്ന് തെളിയിക്കുന്ന തരത്തിലേക്കുള്ള മറ്റ് ചില കാര്യങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ട്, പ്രോസിക്യൂഷന്റെ പക്കലുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന് വളരെ നിർണായകമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.